എന്താണ് വെമ്പായത്തെ ഹാപ്പി ലാൻഡിൽ സംഭവിച്ചത് എന്ന കാര്യം ഇനി പരിശോധനയിലൂടെ മാത്രമേ പുറത്തു വരൂ. അതിനേക്കാൾ ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കാൻ. അതിന് മുൻപുള്ള അവധി ദിവസങ്ങൾ അവിടെ പരമാവധി ആളുകൾ ഈ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് ഇതുപോലെയുള്ള പാർക്കുകളിലൊക്കെ പോകാൻ, കുട്ടികളൊപ്പം പോകാൻ രക്ഷിതാക്കൾ തയ്യാറാകും. അവിടെയൊക്കെ ഇതുപോലെയുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്ന തരത്തിലുള്ള എല്ലാ ശ്രദ്ധയും കരുതലും മുൻകരുതലുകളും ഒക്കെ ആവശ്യമാണ്. അതൊക്കെ ഉറപ്പുവരുത്തേണ്ടതാണ്. അതിൽ ഏതു തരത്തിലുള്ള പരിശോധനകളാണ് ആവശ്യമെങ്കിൽ അത് നടത്തേണ്ടതുമാണ്. വെമ്പായത്ത് നിന്നുണ്ടായ അപകടം അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതാണ്. ഭാഗ്യത്തിന് ആർക്കും ജീവഹാനി സംഭവിക്കുന്ന തരത്തിലുള്ള ഗുരുതരമായ പരിക്കുകളില്ല എന്ന വിവരം കൂടി നമുക്ക് വരുന്നുണ്ട്. ഏതായാലും പരിക്കേറ്റവരുടെ വിവരങ്ങൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുന്നു. അതീവ ഗുരുതരാവസ്ഥയിലുള്ള ഒരു സാഹചര്യം, ആർക്കും അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അതാണ് ഏറ്റവും ആശ്വാസകരമായ വിവരം. 30 പേരായിരുന്നു ആ റൈഡിൽ ഉണ്ടായിരുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകാനുണ്ട്. ഷഫീദ്, വെമ്പായത്ത് ഇപ്പോൾ നമുക്ക് ഒരു ആശ്വാസമുള്ള വിവരം വന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച 4 പേരെ കുറിച്ചാണ്. അവർക്ക് കൈക്കും കാലിലുമൊക്കെ പരുക്കുണ്ടെങ്കിലും അങ്ങനെ വലിയ അതീവ ഗുരുതരം എന്ന് പറയാവുന്ന ജീവന് ഭീഷണി ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ആ തരത്തിലുള്ള മുറിവുകളില്ല എന്നാണ് അറിയുന്നത്. ഇതെങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? 1:30 കൂടിയാണല്ലോ ഈ അപകടം നടക്കുന്നത്. ഇതെന്താണ് സംഭവിച്ചതെന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ ഷഫീർ? നിലവിലിപ്പോൾ GK ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ, അതായത് ഈ റൈഡ് എങ്ങനെ പ്രവർത്തിക്കുന്ന റൈഡായിരുന്നതിന് മുൻപുള്ള ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ സാധാരണഗതിയിൽ ഈ സ്കൈ ലൈനിൽ പ്രവർത്തിക്കുന്ന ഊഞ്ഞാൽ എന്ന രീതിയിലാണ് നമുക്കതിനെ വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. അങ്ങനെ തന്നെയാണ് ഈ അമ്യൂസ്മെന്റ് പാർക്കുമായി ബന്ധപ്പെട്ട ആളുകളും പറയുന്നത്. അതിങ്ങനെ ഒരൊറ്റ കമ്പിൽ കുറച്ചധികം ക്യാബുകൾ അത് ചെങ്ങലയിൽ ഇങ്ങനെ കോർത്ത് വെക്കും. അതിനുശേഷം അത് ഊഞ്ഞാല് പോലെ ചുറ്റും കറങ്ങുന്ന ഒരു റൈഡെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതിന്റെ പ്രധാനപ്പെട്ട തൂൺ അതുണ്ടായിരുന്ന ആ സ്ഥലം, അവിടെ വെച്ച് അതിന്റെ വെൽഡിംഗ് ഇളകിപ്പോയി അത് ദൂരേക്ക് കറങ്ങി തെറിക്കുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും അതിന്റെ CCTV ദൃശ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പാർക്കിൽ ഉണ്ടാകും. ഏത് രീതിയിൽ അപകടം ഉണ്ടായെന്നൊക്കെയുള്ള കാര്യങ്ങൾ പിന്നീട് പോലീസ് പരിശോധന അടക്കം വ്യക്തമാകും. പക്ഷേ ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൃത്യമായിട്ടുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് അതല്ലെങ്കിൽ എല്ലാ ദിവസവും നടത്തേണ്ട സേഫ്റ്റി ഇൻസ്പെക്ഷൻസ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഇതിലെ ചോദ്യം. മാത്രമല്ല ഈ പ്രദേശത്ത് നാട്ടുകാരുടെ അടക്കം പ്രതിഷേധത്തിനും സാധ്യതയുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ മുൻപ് ഇവിടെ ഈ രീതിയിൽ അപകടം ഉണ്ടായെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നില്ല. പക്ഷേ കൃത്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പാലിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഈ അവധി മാസങ്ങളാണ്, അതിന്റെ അവസാന ദിവസങ്ങളാണ്. അപ്പോൾ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തും. ഇപ്പോൾ പരിക്ക് പറ്റിയിട്ടുള്ള, അതായത് സെന്റ് ജോൺസ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന പരിക്ക് പറ്റിയിട്ടുള്ളവർ നാഗർകോവിൽ സ്വദേശികളാണ്. സാധാരണഗതിയിൽ ഈ ഹാപ്പി ലാൻഡിലേക്കൊക്കെ കൂടുതലുമായി എത്തുന്നത് അത് ഈ മാർത്താണ്ഡം, അതേപോലെ നാഗർകോവിൽ, കന്യാകുമാരി അടക്കം ഭാഗങ്ങളിലെ തമിഴ്നാട് സ്വദേശികൾ ഈ പാർക്കിലേക്ക് എത്താറുണ്ട്. അങ്ങനെ എത്തിയവർ അപകടത്തിൽപ്പെട്ടു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ അപകടത്തിൽ എങ്ങനെ സംഭവിച്ചതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരും എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഷഫീദ് പറഞ്ഞതുപോലെ വെമ്പായത്തെ ഈ അമ്യൂസ്മെന്റ് പാർക്കിൽ സാധാരണയായി എത്താറുള്ളത് തിരുവനന്തപുരം ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ പ്രദേശങ്ങളിൽ നിന്നാണ്. ഇപ്പോൾ മാർത്താണ്ഡത്ത് നോക്കിയാണ് കൂടുതൽ ആളുകൾ എത്താറുള്ളത്. അവധി ദിവസങ്ങൾ അവസാനിക്കുകയാണ്, സ്കൂൾ തുറക്കാൻ പോകുന്ന സമയമാണ്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഇതുപോലെ തന്നെ വലിയ തിരക്കുകൾ ആ അമ്യൂസ്മെന്റ് പാർക്കുകളിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഹാപ്പി ലാൻഡിൽ സംഭവിച്ചതുപോലെ ഒരു അപകടം അതിന് വഴിവെച്ചത് എന്താണ്? ആരുടെ വീഴ്ചയാണ്? വേണ്ട രീതിയിലുള്ള ഒരു കരുതൽ ഇക്കാര്യങ്ങളിൽ എടുത്തിരുന്നില്ലേ? സർവീസിംഗ് കൃത്യമായി നടത്തിയിരുന്നില്ലേ? ആളുകൾ കൂടുതൽ എത്തുമ്പോൾ ആവശ്യത്തിൽ കൂടുതൽ ആളുകളെ അതിൽ കയറ്റിയിരുന്നു. ഇങ്ങനെ തുടങ്ങിയ ധാരാളം സംശയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ പ്രാഥമികമായി കാര്യങ്ങൾ പരിശോധിക്കുകയും വിശദമായി ഈ കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ കിട്ടുകയുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.